1200 ആണ്ട് കൊല്ലവർഷം 2024 ആഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെ പൂര നക്ഷത്ര ജാതരുടെ നക്ഷത്ര ഫലങ്ങൾ. വ്യാഴം 10-ൽ നിൽക്കുന്നതിനാൽ താരതമ്യേന ദോഷകരമല്ല. എങ്കിലും ചെറിയ അസ്വസ്ഥതകൾ മറ്റും ഇടയ്ക്കുണ്ടാകാമെങ്കിലും കണ്ടകശനിയുടെ ദോഷവും അനുഭവേദ്യമാണ്. 2025 മാർച്ച് മാസത്തിന് ശേഷം ഇവരുടെ കണ്ടകശനി ദോഷം മാറുകയും 2025 മെയ് മാസത്തിന് ശേഷം വ്യാഴം 11-ലേക്ക് വരികയും ചെയ്യുന്ന കാലയളവ് ഏറെ നല്ല സമയമാണ്. എങ്കിലും 6 മാസത്തിലേറെ ഇനി സമയമുള്ളതിനാൽ നിലവിലെ അവസ്ഥ തന്നെ ആയിരിക്കാം സാമാന്യ ഫലങ്ങൾ ചൂടെ. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം പ്രവർത്തിക്കുന്നവർക്ക് അനുഭവഫലവും കുറവായിരിക്കും. ഉപരിപഠനത്തിന് ചേരുവാൻ ഉള്ളവർക്ക് ചില നിയന്ത്രണങ്ങളോടുകൂടിയുള്ള ഉത്തരവുകൾ ലഭിക്കാനിടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തും. നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ധ നിർദ്ദേശം വേണ്ടിവരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. വ്യാപാര വ്യവസായ വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനിടവരും. കർമ്മ മേഖലകളിൽ അത്യധ്വാനം ചെയ്താലും പ്രതീക്ഷിച്ച അംഗീകാരവും അനുഭവവും ഉണ്ടാവുകയില്ല. വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച വിദേശ സ്ഥിര താമസാനുമതി ലഭിക്കും. കലാ കായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങാം. ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യമുണ്ടാകും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടേണ്ട അവസ്ഥ ഉണ്ടാകാം. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കും. അനാവശ്യമായ ആധിയും വ്യാധിയും ദുസംശയങ്ങളും ഒഴിവാക്കണം. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകർക്ക് അംഗീകാരം ലഭിക്കും. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ ഇടവരും. സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും വിജയിക്കും. വാദനാഡി ഹൃദ്രോഗങ്ങൾക്ക് ശസ്ത്രക്രിയ വേണ്ടതായി വരും. പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശം തേടും. പ്രവർത്തന മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാം. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃത്തി ഉണ്ടാകും. കലാകായിക രംഗങ്ങൾ, നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ തുടങ്ങിയവ വിജയിക്കും. പദ്ധതി ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിന് കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും. അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സഞ്ജാതമാകും. വിജ്ഞാനം ആർജിക്കുവാനും പകർന്നു കൊടുക്കുവാനും ഉള്ള സാഹചര്യമുണ്ടാകും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ഫലമുണ്ടാകും. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും. വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യവും ആരാധനാലയങ്ങളിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള സാഹചര്യവും വരും. വിദ്യാർത്ഥികൾക്ക് അലസത, ഉദാസീന മനോഭാവം, ഉപേക്ഷാ മനസ്ഥിതി തുടങ്ങിയവ വർദ്ധിക്കും. പണം കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക, കുറിച്ചേരുക തുടങ്ങിയ ഈ വർഷം അരുത്.